നമസ്കാരം ഡാക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നത് ഓഡിയോ എഡിറ്റിംഗ്, അതായത് ഫെയർലെസ് സെക്ഷനെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് 5.1 ഓഡിയോ ഔട്ട് എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോയ്സ് ഉണ്ടാവില്ലേ, കുട്ടി കരയുന്നതായിട്ടും പട്ടി കുരയ്ക്കുന്നതൊക്കെ ആയിട്ട് ഒരുപാട് വിൻഡ് നോയ്സ്, ഇതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാൻ തൊട്ടിട്ട് നമുക്ക് സ്വന്തമായിട്ട് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡാവിഞ്ചിയിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അകത്തുനിന്ന് നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, ഇതിനെങ്ങനെ എഫക്റ്റുകൾ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ മിക്സേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ്. പറ്റുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്കൂൾ VFX സ്റ്റുഡിയോ. ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക പേജ് തന്നെ ഉണ്ട്. സാധാരണഗതിയിൽ എഡിറ്റ് പേജിലാണ് വീഡിയോയും ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് അല്ലേ. ഇതിന് പകരം ഇതിൽ വരുന്ന ഫെയർലൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സെക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ സിനിമകൾ ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നത്. സിനിമകൾ തുടങ്ങുന്ന സമയം അല്ലെ തീരുന്ന സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രെഡിറ്റ് വരുന്ന ഭാഗത്ത് ഡാവിഞ്ചി റിസോൾവ് FCP എന്നൊക്കെ പറഞ്ഞ് ഫൈനൽ കട്ട് പ്രോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് അത് ഉദ്ദേശിക്കുന്ന ഈ സോഫ്റ്റ്വെയറും കൂടെ ഈ സിനിമ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഹൈലി പ്രൊഫഷണൽ ആയിട്ട് സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇപ്പോൾ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നേരെ ഫെയർലൈറ്റിലേക്ക് പോകാതെ ഈ ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റ് സെക്ഷൻ്റെ അകത്ത് തന്നെ വെച്ച് എങ്ങനെ കുറച്ച് ഓഡിയോ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയും. ആദ്യം നമുക്ക് ജസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് അവസാനം ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ അത് കാണിക്കാൻ വേണ്ടി ഒരു നോയ്സ് ഉള്ള ഒരു ക്ലിപ്പിന് ഞാൻ ഈ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാണ്. ടൈം ലൈനിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓഡിയോ എന്നുള്ളൊരു സെക്ഷൻ വേറെ തന്നെയാണ് അല്ലേ. FCPയിലൊക്കെ ഉള്ള പോലെ വീഡിയോ ഓഡിയോ ഒരുമിച്ചല്ല ഉള്ളത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ വേറെ ട്രാക്കിലാണ് കിടക്കുന്നത്. ഇത് ട്രാക്കുകളാണ്, ടൈം ലൈനിലെ ട്രാക്കുകൾ. അപ്പോൾ ഈ ട്രാക്കിൽ ഓഡിയോ 1 എന്ന് പറയുന്ന ട്രാക്കിൻ്റെ അകത്ത് ഇവിടെ 1.0 എന്ന് കണ്ടോ, അത് മോണോ ആണ്. അപ്പോൾ എന്താണ് ഈ മോണോ സ്റ്റീരിയോ 5.1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ചാനൽ. ഈ ചാനലിൻ്റെ അകത്ത് സറൗണ്ടിങ്സ് ഉണ്ടാവില്ല. അതായത് നമ്മളെ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇയർഫോൺ ആണെങ്കിലും ഹോം തിയേറ്റർ ഒക്കെ ആണെങ്കിലും ഒരു ലെഫ്റ്റ് സൈഡിൽ സ്പീക്കറും റൈറ്റ് സൈഡിൽ സ്പീക്കറും ഉണ്ടാവും. പിന്നെ 5.1 ആണെങ്കിൽ 2 റയർ സ്പീക്കറും ഒരു സെൻട്രൽ സ്പീക്കറും പിന്നെ ഒരു LFE, അതായത് ലോ ഫ്രീക്വൻസി ഉള്ള ബാസൊക്കെ മുട്ടാൻ വേണ്ടിയുള്ള സബ് വൂഫർ വരുന്നൊരു സെക്ഷനും ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇത്രയും സെക്ഷനുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മോണോ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരൊറ്റ ചാനൽ, അത് ലെഫ്റ്റ് ചാനലിൽ നമ്മുടെ സ്പീക്കറിലായാലും റൈറ്റ് ചാനൽ സ്പീക്കറിലായാലും ഒരേ സൗണ്ടാണ് വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും. ലെഫ്റ്റിൽ ചില മ്യൂസിക്കുകൾ പ്രത്യേകം വരും, റൈറ്റിൽ വേറെ കുറേ മ്യൂസിക്കുകൾ വരും, ബാക്കിൽ സറൗണ്ടിങ്സിൽ പെട്ടെന്ന് മ്യൂസിക്കുകൾ വരും, അങ്ങനെ സെൻറ്ററിൽ സംസാരം മാത്രം വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇയർഫോൺ വെച്ചാണെങ്കിൽ പെട്ടെന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വോയിസ് ഇങ്ങനെ സൗണ്ടുകൾ ഇങ്ങനെ മാറി വരും അല്ലേ, മ്യൂസിക്കുകളൊക്കെ. അതാണ് സ്റ്റീരിയോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇയർഫോണിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സ്റ്റീരിയോ സൗണ്ടുകളായിട്ട് വരുന്ന 2 സ്പീക്കേഴ്സ് വരുന്ന ഏരിയയാണ് സ്റ്റീരിയോ. ഇപ്പോൾ നമ്മളിവിടെ 1 എന്നാണ് കാണുന്നത് അല്ലേ, അതായത് ഇത് മോണോ ട്രാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോണോ ട്രാക്കിൻ്റെ അകത്തേക്ക് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇത് മോണോ ട്രാക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റീരിയോ ആയിട്ടൊന്നും വരാനില്ല. അപ്പോൾ ഞാൻ ആ മോണോ ഇവിടേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 സ്പീക്കറിലും കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യട്ടെ, പറ്റുവാണെങ്കിൽ ഹെഡ്സെറ്റ് കയ്യിലുള്ളവരാണെങ്കിൽ, ഇയർഫോൺ കയ്യിലാണെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളെ ക്വാളിറ്റിയുള്ള സിസ്റ്റങ്ങളാകുമ്പോൾ ഞാൻ ഈ പറയുന്ന നോയ്സും കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ കേൾക്കില്ല. കാര്യം അതൊക്കെ കംപ്രസ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റിയ സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ ഓഡിയോയിലുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാണ്. ഇപ്പോൾ നോക്കിക്കോ, പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കടയിലേക്ക് മുങ്ങിയപ്പോഴേക്ക് തോന്നി. ഇപ്പോൾ 2 സ്പീക്കറിലും വർക്ക് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മോണോ ട്രാക്ക് ആയതുകൊണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ ട്രാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇടത്തെ ചെവിയിൽ മാത്രമേ കേൾക്കുള്ളൂ, റൈറ്റ് സൈഡ് കേൾക്കില്ല. അങ്ങനെയാണ് എൻ്റെ ഫോണിൽ റെക്കോർഡിങ് വന്നേക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മോണോ ട്രാക്കിലേക്ക് ഇട്ട് കേട്ടോ. ഇനി ഇപ്പോൾ നിങ്ങൾ സൗണ്ട് കുറഞ്ഞല്ലേ കേൾക്കുന്നത്, അപ്പോൾ ഇത്തിരി സൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ലൈന് കണ്ടോ, വൈറ്റ് ലൈന്, ഈ ലൈനൊന്ന് മേലോട്ടേക്ക് പിടിച്ച് വലിച്ചാൽ കണ്ടോ, ഈ വേവ് കൂടുന്ന ഈ വേവ് കണ്ടോ, ഈ വേവാണ് ഓഡിയോ. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളാണ് ഈ വേവായിട്ട് കിടക്കുന്നത് കണ്ടോ, പൊങ്ങി കിടക്കുന്ന എൻ്റെ സൗണ്ടാണ്. അതിന് പകരം ഇവിടെ കുറച്ച് താഴ്ന്ന് കിടക്കുന്ന ഭാഗങ്ങളുണ്ടോ, ഇത് നോയ്സാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്ന വിൻഡ് നോയ്സ്, അതായത് സറൗണ്ടിങ്ങിലുള്ള നോയ്സുകൾ, ആംബിയൻ നോയ്സുകളൊക്കെ ഉണ്ടാവല്ലോ, ചില പട്ടി കുരയ്ക്കുന്നത്, അങ്ങനെ ദൂരെ നിന്ന് വരുന്ന സൗണ്ടുകൾ, അങ്ങനത്തെ ഈ ഡിസ്റ്റർബൻസുകളൊക്കെയാണ് ഈ താഴ്ന്ന് കിടക്കുന്നത്. അടുത്ത് വരുന്ന സൗണ്ടുകളാണ് ഈ പൊങ്ങി കിടക്കുന്നത്. ഇതിൽ വരുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകളാണ് ഈ പൊങ്ങി കിടക്കുന്നത്. ഒരു വേവ് പോലെയല്ലേ, അതാ ഇങ്ങനെ പൊങ്ങിത്താന്ന്. അപ്പോൾ നമുക്കിതിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് കൂടുന്നതനുസരിച്ച് നോയ്സും കൂടുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. ഇപ്പം ഞാനൊന്ന് പ്ലേ ചെയ്യുന്ന സമയം നോക്കിയോ, നിങ്ങൾ മാക്സിമം ഈ 2 ലൈനിൻ്റെ ഇടയിലായിട്ട് നിർത്താൻ വേണ്ടി നോക്കണം കേട്ടോ. ഇപ്പം ഞാനൊന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കറക്റ്റായിട്ട് നോയ്സ് കേൾക്കാൻ പറ്റും, ശ്രദ്ധിച്ചോ. ഇങ്ങോട്ട് വന്നു നോക്കി.
ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ കടയിലേക്ക് ഇറങ്ങി മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ. കണ്ടോ, ഇതിൻ്റെ അകത്ത് കുട്ടികൾ സംസാരിക്കുന്ന നോയ്സ് കേൾക്കുന്നുണ്ട്, കാറ്റിൻ്റെ വിൻഡ് നോയ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് നോയ്സുകൾ അടങ്ങിയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ഫിലിമൊക്കെ ഔട്ട് എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഡബ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ പ്രശ്നമില്ല, ഞാനും ഡബ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇത്ര നോയ്സുകൾ ഉണ്ടാവില്ല. പക്ഷേ അതിന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഒരു വസ്തുവിനെ ഒരു കാട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് ഇന്ന സാധനത്തിനെ കണ്ടു, അല്ലെങ്കിൽ സൂവിൽ പോയിട്ട് ഇത് ആനയാണ് അല്ലെങ്കിൽ ഇത് മാനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വിശദീകരിക്കല്ലോ, ഇത് പുറം രാജ്യത്ത് നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ രണ്ടാം ഡബ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷനുള്ളത്, ആൾക്കാരുടെ സൗണ്ട് നോയ്സും കട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം പറയാൻ വേണ്ടി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇൻസ്പെക്ടർ എന്ന് കാണാൻ പറ്റും. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇവിടെ വീഡിയോ എന്നുള്ള സെക്ഷനിലായിരിക്കും കിടക്കുക. തൊട്ടിപ്പുറം ഓഡിയോ എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ആ ഓഡിയോ സെക്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന വോളിയം എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അത് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ പൊക്കിയും താത്തും ചെയ്തില്ലേ, ആ എഫക്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ നോക്കിയാൽ അവിടെ താവ് പൊങ്ങിയും ചെയ്യുന്ന ഈ ലൈനിൽ വലിച്ചു കഴിഞ്ഞാലും ഈ ഒരു ബാറിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. നോക്കിയതാ കണ്ടതാ ആ ഒരു പോയിന്റ് കണ്ടോ, ആ ഒരു സർക്കിൾ ഇങ്ങനെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും നീങ്ങുന്നുണ്ടോ ആ പോയിന്റ്. ഓക്കെ, ഈ രണ്ടും സെയിം ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വോളിയം ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 8 വരെ കൂട്ടി വെച്ചപ്പോഴേക്കും മുകളിലും താഴെയും തട്ടുന്ന രീതിയിൽ പിന്നെയും കൂട്ടി എന്താണെന്ന് പറയുക, സ്പീക്കർ ചിലക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കരമായിട്ട് ഒരു കറകറായുള്ള സൗണ്ടായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കയറ്റി വെക്കരുത്, ഒരേ പാകത്തിന് നമ്മൾ കേട്ട് നോക്കുക, നമ്മുടെ സ്പീക്കറിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ അത് ഫോണിലേക്ക് ഒന്ന് കോപ്പി ചെയ്ത് നോക്കുക, ഫോണിൽ കേട്ടാൽ മനസ്സിലാവും. ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉള്ള രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണോ ഉള്ളതെന്ന് നോക്കുക കേട്ടോ. പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യുക. പിന്നെ തൊട്ട് താഴെ പാനാണ് വരുന്നത്. ഈ പാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീരിയോ എന്ന് പറഞ്ഞ സംഭവമല്ലേ, അതിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ പാന് ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് ഒന്ന് പ്ലേ ചെയ്യുകയാണേ. അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ സ്പീക്കർ രണ്ട് സൈഡിൽ, ചെവിൻ്റെ രണ്ട് സൈഡിൽ വെക്കില്ല, സ്പീക്കർ ലെഫ്റ്റും റൈറ്റും വെച്ചൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ലെഫ്റ്റ് സ്പീക്കറിൽ മാത്രം ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ കടയിലേക്ക് ഇറങ്ങി മുങ്ങിയപ്പോഴേക്ക് തോന്നി. കണ്ടോ. ഇനി ഞാൻ ഇത് പ്ലേ ചെയ്തുകൊണ്ട് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ സെൻട്രലിൽ നിന്ന് പറയുന്നതുകൊണ്ട് സൗണ്ട് സെൻട്രലാണ് വേണ്ടത്. ഇതിന് പകരം ഇവിടുന്ന് ദൂരേന്ന് ഒരാൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവിടുന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്ന സൗണ്ടൊക്കെ ആണെങ്കിൽ, ചേട്ടാ ഒന്നിങ്ങോട്ട് വരുമോ എന്നൊക്കെ വിളിച്ച് ചോദിക്കൂലേ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഷോർട്ട് ഫിലിമിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റിൽ നിന്നാണ് ആൾ വിളിക്കുന്നതെങ്കിൽ പാനിങ് ലെഫ്റ്റിലേക്ക് ഇട്ട് വെക്കും. അപ്പോൾ നോക്കിക്കോ, ഇങ്ങോട്ട് വന്നു നോക്കി. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ കടയിലേക്ക് ഇറങ്ങി മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ. എവിടോ പോയി വെള്ളം അടിച്ചിട്ട് വന്ന് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. ഇതിപ്പോ എന്ന് തുടങ്ങിയ പരിപാടി, വെള്ളടി ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലെഫ്റ്റിലോട്ടും റൈറ്റിലേക്ക് ഇങ്ങനെ പാൻ ചെയ്യുന്ന ഹെഡ്സെറ്റ് വെച്ച ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിനിമയിൽ പാനിങ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ എൻ്റെ വൈഫ് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഇവിടുന്ന് തന്നെ ആയതുകൊണ്ട് സെൻട്രൽ തന്നെ വരും, അതായത് സ്ക്രീൻ്റെ ഉള്ളിലായതുകൊണ്ട് സ്ക്രീനിൻ്റെ കുറച്ച് പുറത്ത് അപ്പുറത്തുനിന്ന് എന്തെങ്കിലും പച്ചക്കറി എരിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്ന വൈഫാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നതെങ്കിൽ അവളെ കുറച്ച് ഇങ്ങനെ പാൻ ചെയ്ത് റൈറ്റിലേക്ക് ആക്കി വെക്കും. മീൻസ് ആൾ സ്ക്രീനിലില്ല, റൈറ്റ് സ്ക്രീനിൽ മാത്രം, അല്ലെങ്കിൽ സറൗണ്ടിങ് ബാക്കിലേക്ക് ബാക്ക് സ്പീക്കറിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഈ പാനിങ്ങിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഒരു ടൈപ്പ് റെക്കോർഡറിൽ പാട്ട് പാടുന്നുണ്ടായത് നമ്മൾ പാൻ ചെയ്ത് ലെഫ്റ്റിലോട്ട് ആക്കി വെക്കും ആ ഒരു വോയിസിനെ. പിന്നെ ഇപ്പുറത്തും ക്ലോക്കൊക്കെ കറങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കണമെങ്കിൽ അത് റൈറ്റിലേക്ക് ആക്കി വെക്കും. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഈ ഓഡിയോനെ പാൻ ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്ന ക്ലിപ്പിൽ സെലക്ട് ചെയ്യുന്ന ക്ലിപ്പ് തന്നെയാണ് മാറ്റുന്നുള്ള കാര്യം നോക്കണേ. നമുക്ക് ഇവിടേക്ക് ക്ലിപ്പ് ഉണ്ടാവും, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആണെന്ന് കരുതി മാറ്റി കഴിഞ്ഞാൽ മാറ്റം നമ്മൾ അറിയില്ല. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ചുറ്റും ഒരു റെഡ് കളറുള്ള ഒരു സ്ക്വയർ ഉണ്ടാവും, അതിനാണ് നമ്മളിവിടെ മാറ്റം വരുത്തുന്നുള്ള കാര്യം ഓർത്ത് വെക്കണേ. ഞാനിത് വളരെ ബേസിക്, ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കുറച്ച് അറിയുന്നവർ ഒന്ന് മൈൻഡ് ചെയ്യാതെ നിൽക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വോയിസ് ഐസൊലേഷൻ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഭയങ്കരമായ നോയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഐസൊലേഷൻ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തിട്ട് ഇപ്പോൾ 100 ഫുൾ റേഞ്ചിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാണ്, ശരിക്കും ശ്രദ്ധിച്ചോ. ഇങ്ങോട്ട് വന്നു നോക്കി. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ കടയിലേക്ക് ഇറങ്ങി മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ. എവിടോ പോയി വെള്ളം അടിച്ചിട്ട് വന്ന് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. കണ്ടോ, ഇപ്പം ആ നോയ്സ് ഒരുപാട് പോയില്ല. ഈ നോയ്സ് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വെച്ചത്. കണ്ടോ, ചെറിയൊരു സൗണ്ട് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് അത് വിഷയമുള്ള കാര്യമല്ല. കാര്യം ഇവിടെ സംസാരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഭാഗമാണ് അല്ലേ. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഇടയിലുള്ള ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ കടയിലേക്ക് ഇറങ്ങി മുങ്ങിയപ്പോഴേക്ക് ആ നോയ്സ് ഒരുപാട് കുറഞ്ഞു കിട്ടിയില്ലേ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാകത്തിനാക്കി വെക്കാം. കുറച്ച് നോയ്സ് ഉള്ളെങ്കിൽ പകുതി മതി. ഇങ്ങോട്ട് വന്നു നോക്കി. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്, കൂടുതൽ നോയ്സ് ഉണ്ടെങ്കിൽ ഫുൾ ആക്കിയിട്ട്. അതിപ്പോൾ നമ്മൾ സ്റ്റുഡിയോ റൂമിൽ നിന്നൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം ഒരു അടച്ചിട്ട റൂമിൽ നിന്നാണെങ്കിൽ ചെറിയൊരു വിൻഡ് നോയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ സ്പീക്കർ സിസ്റ്റം നമ്മളെ പോലെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ, ഹൈ എൻഡ് ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 50 ഇട്ടാൽ മതിയാവും കേട്ടോ. നിങ്ങൾ ഇട്ടിട്ട് നോക്കുക എവിടെയാണോ പാകത്തിന് വെച്ച് നോക്കിയിട്ട് ആ ഒരു ലെവൽ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഡയലോഗ് ലെവലർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഒരേ ലെവലിലാണ് സംസാരിക്കുന്നത്. അതിന് പകരം ഡയലോഗ് ചില സമയത്ത് താഴ്ന്നു പോവുക, പിന്നെ പൊങ്ങി ഉറക്കെ സംസാരിക്കുക, കുറഞ്ഞു പോവുക. അതിൽ നമുക്ക് പ്രശ്നം വരികയാണെങ്കിൽ ഡയലോഗ് ലെവലർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഇതിൽ മോർ ലിഫ്റ്റ് ഫോർ ലോ ലെവൽ എന്നുള്ള ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഗെയിന് കുറച്ച് കയറ്റിയൊക്കെ ഇട്ടേക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നോക്കുക നിങ്ങളുടെ ലെവലായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ നമുക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു കഴിഞ്ഞാൽ കാണില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ വോയിസുകൾ ഉണ്ടെങ്കിൽ ഇതിലെ എല്ലാ ഓപ്ഷൻസും ഓൺ ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിനെ പറ്റി നമ്മൾ കൂടുതലൊരു വീഡിയോ അഡ്വാൻസ് ആയിട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു വീഡിയോ വെച്ചിട്ട്. ഓക്കെ, പിന്നെ പിച്ചാണ് വരുന്നത്. പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാർട്ടൂണിക് വോയിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പിച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാ പോലെ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിച്ചിൽ ചെറിയ മാറ്റം വരുത്തുന്നു. നോക്കിക്കോ, പിച്ചിലെ ടോണ് കുറച്ച് ലെഫ്റ്റിലോട്ട് ആഡ് ചെയ്യാണ്. ഇങ്ങനെ -20 ഇട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ കുറച്ചൊന്ന് മാറ്റിയ 10 ഇട്ടെ. ഇങ്ങനത്തെ ഓരോ ജീവികളോ സൗണ്ടൊക്കെ കൊടുക്കുന്ന വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട അല്ലേ? പിച്ച് ഒരു -7. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കടയിലേക്ക് മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ വേറെ സൗണ്ട് ആയതുണ്ടോ? അപ്പോൾ പിച്ച് ഇപ്പോൾ 2 ഇട്ടാലോ? എൻ്റെ സൗണ്ട് തന്നെ ആയിരിക്കും, പക്ഷേ ചെറിയ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കടയിലേക്ക് മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ കണ്ടോ? എൻ്റെ സൗണ്ട് ഒരു എന്താ പറയുക, ചെറിയ സൗണ്ടാണ്, പക്ഷേ ആ ഒരു കുറച്ചും കൂടെ ഗംഭീരമുള്ളൊരു സൗണ്ടിലേക്ക് വന്നു അല്ലേ? -2 ഇട്ടപ്പോഴേക്കും. അപ്പം നമുക്കിനി ഒരു 10 +10 ഇട്ട് നോക്കാം അല്ലേ? +10 ഇട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ? ആ ഒരു ടൈപ്പുള്ള ഒരു സൗണ്ടിലേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇവിടെ ആവശ്യം ഉണ്ടാവില്ല. കൂടുതലും കാർട്ടൂണിൽ അല്ലെ വേറൊരാൾക്ക് ഇപ്പോൾ ഡബ് ചെയ്യാനാണെങ്കിലൊക്കെ ഒരു -1 to 2 ഇട്ടിട്ട് നമുക്ക് വേറൊരാൾക്ക് ഡബ് ചെയ്ത് നമ്മളെ സൗണ്ട് പോലെ തോന്നുന്നില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പിച്ച് യൂസ് ചെയ്യുക. പിന്നെ നമുക്കിവിടെ ഈക്വലൈസറാണ് മെയിനായിട്ടുള്ളത്. ഈക്വലൈസർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ബാസ് ഉള്ള സൗണ്ട്, അതായത് ലോ ഫ്രീക്വൻസി, ഈ ട്രബിൾ ഉണ്ടാവുമല്ലോ ഈ ട്യൂട്ടറിലൊക്കെ വരുന്ന അങ്ങനെയുള്ള സൗണ്ടുകൾ, ബാസുള്ള സൗണ്ടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുകയും കൂട്ടുകയും, പിന്നെ നമ്മുടെ വോയിസ് മിഡ്ടോൺ, നമ്മുടെ വോയിസ് കൂട്ടുകയും കുറയ്ക്കുകയും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതിൽ ഹെഡ്സ് കണ്ടോ? ഈ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നാൽ ഈ ഫസ്റ്റ് ഏരിയ ഇങ്ങോട്ടേക്ക് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതിൽ നമ്മൾ താഴേക്ക് വലിക്കുകയും പൊക്കുകയും ചെയ്യുന്ന ഈക്വലൈസറുകളാണ് കാണുന്നത് അല്ലേ? ഇത് വേവ് ഫോമിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്നാലും നോക്കിയോ, വലിയ ബാസ് കാറ്റടിക്കുമ്പോൾ സൗണ്ടുകളൊക്കെ അല്ലേ? ഈ സൗണ്ടുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ ഏരിയ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഓവറായിട്ടുള്ള ട്രബിളുകൾ വരുന്ന സ്ഥലത്ത് ഇതൊന്നും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ട്രബിൾ കടയിലേക്ക് മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ. ഇനി നമുക്ക് ഈ ഒരു ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ഇനി കൂടുതലൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളുള്ളൂ. പക്ഷേ ഡാവിഞ്ചി റിസോൾവ് 19 നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 19 ശേഷമാണ് വരുന്നത്, 18 ഇല്ലാന്നേ. നിങ്ങൾ ഈ ഓഡിയോ ട്രാക്ക് എന്നുള്ള ഈ ഒരു ഏരിയ ഉണ്ടോ, ബ്ലാക്ക് ഏരിയ ഓഡിയോ ട്രാക്ക് എന്നുള്ള ഇവിടെയല്ല, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടറിൽ വന്ന് നോക്കിയാൽ വേറെ കുറേ ഓപ്ഷൻസ് ആണ്. വോയിസ് ഐസൊലേഷൻ ഉണ്ട്, അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിലല്ല, എൻ്റെ ഈ ഒരു ട്രാക്കിൽ വരുന്ന എല്ലാ ക്ലിപ്പിനും വോയിസ് ഐസൊലേഷൻ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോയ്സ് റിമൂവ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഡയലോഗ് ലെവലർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നേരത്തെ കാണിച്ചു തന്നെ, അത് ആ ട്രാക്ക് മൊത്തം ആഡ് ആവും. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഡയലോഗ് സെപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ ഇനി നമുക്ക് വോയിസ്, ബാക്ക്ഗ്രൗണ്ട്, ആംബിയൻസ് എന്ന് പറയുന്ന സമയത്ത് ചുറ്റുപാടുള്ള സൗണ്ടുകളാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ചുറ്റും ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെ, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതിൽ നമുക്ക് ഇതൊന്നും ടിക്കായിരിക്കില്ല, എങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കടയിലേക്ക് മുങ്ങിയപ്പോൾ ഇതിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ രണ്ടും കുറച്ചിട്ടതാണ്. ഇപ്പോൾ ഈ നോയ്സുകളൊന്നും ഉണ്ടാവില്ല. ഇവിടെ വന്നു നോക്കി, ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കടയിലേക്ക് മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ. ഇവിടെ വന്നു നോക്കി കണ്ടോ? അതായത് നമ്മൾ നേരത്തെ വോയിസ് ഐസൊലേഷൻ ചെയ്തതിനേക്കാളും പക്കയായിട്ട് ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ടും, അതായത് ആംബിയൻസും ബാക്ക്ഗ്രൗണ്ടും രണ്ടും പോയി പക്ക പെർഫെക്റ്റ് അല്ലേ? ഇവിടെ വന്നു നോക്കി, ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കടയിലേക്ക് മുങ്ങിയപ്പോഴേക്ക് തോന്നിക്കുന്നേ. കണ്ടോ? നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇത് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ ഇവിടെ മ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി, അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വോയിസ് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കി നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊരു മ്യൂസിക് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ ആരെങ്കിലും വർത്താനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പോകാൻ മതിയാവും കേട്ടോ. നോക്കട്ടെ, കണ്ടോ?
ഒരു സൗണ്ടും ഇല്ല, മൊത്തത്തിൽ പോയി. ഇപ്പോൾ ആംബിയൻസ് മാത്രം കയറ്റിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ലീവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് തൊട്ടിപ്പുറമായിട്ട് ഈ ഒരു ഐക്കൺ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ മിക്സർ പോലത്തെ ഒരു രൂപത്തിലും കാണാൻ പറ്റും കേട്ടോ. സെയിം സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബേസിക് സെക്ഷന് അത്യാവശ്യം ഈ ഒരു ഇൻസ്പെക്ടറിൽ പറഞ്ഞു. ഇനി നമ്മൾ നേരെ കരോക്കെ എന്നുള്ള സെക്ഷനിലേക്ക് പോവുകയാണ്. അതും ബേസിക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇൻസ്പെക്ടറിൽ കാണുന്ന ഏരിയയിലാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാട്ട് വേണം. അത് ഞാൻ ആദ്യം ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അതേപോലെ ഇത് ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ഇത് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റിയിൽ ചെയ്തതാണ്. ഇതൊക്കെ മൊബൈൽ വെച്ച് ചെയ്യുന്നത്. ഇത് കുറച്ച് ക്യാമറ ഒക്കെ ഇട്ട് ചെയ്തതാണ്. ഞാൻ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഏരിയയിൽ ഇത് ചെറിയൊരു പാട്ടാണ്. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്നിട്ട് അയ്യോ ഇതെന്തൊരു കഷ്ടം, പൊക്കറ്റാണ് കാലിയുമായി മാറണമെല്ലാം നിന്റെ പുറകെ പോരാത്തതിന് അളിയൻ കെണിയനും മോളെ പണി കിട്ടി, പോടാ മോളെ പണി കിട്ടി. കണ്ടാൽ ഇവനൊരു ജിമ്മൻ ബോഡി അഭിനയമാണ് ഭാരത് ഗോപി, എന്നാൽ ഇവനോ സ്വഭാവം കൊണ്ട് ഒരു വലിയ കാട്ടുകോഴി. ഏട്ടാ വെളിച്ചെണ്ണ തീർന്നിക്കുന്നുട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒരു പാട്ടൊക്കെ ചെയ്തിട്ട് ചെറിയ റാപ്പ് സോങ് പോലെയൊക്കെ ചെയ്തിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തതാണ്. നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു പാട്ടിൻ്റെ അകത്ത് കുറച്ച് ബീറ്റ്സ് കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ബീറ്റ്സിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ നമ്മൾ മ്യൂസിക് റീമിക്സർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷന് ഓൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെറ്റിങ്സ് ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സർ ഇവിടെ കിട്ടും കേട്ടോ. ഈ സെറ്റിങ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. ഒക്കെ ഒന്ന് കയറ്റിയിടുകയാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഗിറ്റാറൊന്നും വരുന്നില്ല. ഗിറ്റാറൊക്കെ വരുന്ന പാട്ടുകൾ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. സിനിമാ പാട്ടുകൾ വെച്ച് ചെയ്യണം. എനിക്ക് സിനിമാ പാട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് വീഡിയോ റിമൂവ് ആയി പോകും. അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യണേ. പ്ലേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ. അയ്യോ ഇതെന്തൊരു കഷ്ടം, പൊക്കറ്റാണ് കണ്ടോ, വീട്ടിൽ നിന്ന് വരുന്നു, നാട്ടിൽ നിന്ന് വരുന്നു. കിട്ടിയോ കരക്ക് കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ബേസിക് തന്നെ പറഞ്ഞത് കേട്ടോ. നേരെ എന്ത് ചെയ്യുക, ഈ ഏരിയ ക്ലിക്ക് ചെയ്യണേ. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഏരിയ ക്ലിക്ക് ചെയ്തിട്ട് മ്യൂസിക് റീമിക്സർ ഓൺ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഈ വോയിസ് അങ്ങോട്ട് മ്യൂട്ടാക്കുക. എന്നിട്ട് ബാക്കിയൊക്കെ കയറ്റിയിട്ടേക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിലുള്ള ഒരു കരോക്കെ കിട്ടും. നല്ല ഹൈ ക്വാളിറ്റി അല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം നമുക്കൊരു പാടി പഠിക്കാനൊക്കെ ഉള്ള ഒരു കരോക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വേറെ സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ ഈ വോയിസ് മാത്രം കിട്ടണമെന്ന് കരുതുക. നമുക്ക് വേറെ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാടി പോയ ഒരു സംഭവത്തിൽ നിന്ന് മ്യൂസിക് ഒഴിവാക്കണമെങ്കിൽ ഈ ബാക്കി മ്യൂസിക്കുകളൊക്കെ അങ്ങ് ഒഴിവാക്കുക, ഡ്രംസും കാര്യങ്ങളൊക്കെ. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. അയ്യോ ഇതെന്തൊരു കഷ്ടം, പൊക്കറ്റാണ് കാലിയുമായി മാറണമെല്ലാം നിന്റെ പുറകെ പോരാത്തതിന് അളിയൻ കെണിയനും ഉള്ള സൗണ്ട് അല്ലേ, അത് വോയിസ് ആയതുകൊണ്ടാട്ടോ അവിടെ പോകാത്തത്. അത് ഡ്രംസ് പോയിട്ടുണ്ട് അതിന്ന്. പിന്നെ അതിൽ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. ആ സംഭവങ്ങൾ ആ സംഭവങ്ങളൊക്കെ അല്ലേ, അത് മ്യൂസിക്കിൽ വരുന്നോണ്ട് നമുക്ക് എന്താ പറയുക, അത് വോയിസ് തന്നെ ആയതുകൊണ്ടാണ് പോകാത്തത് കേട്ടോ. പിന്നെ ഡ്രംസ് മാത്രമാണ് കേൾക്കേണ്ടതെങ്കിൽ ബാക്കിയൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഡ്രംസ് മാത്രം ഒന്ന് ഓൺ ചെയ്തിടുക. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഗിറ്റാർ അതർ മ്യൂസിക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കരോക്കെ കിട്ടും. ഇത്രയും ചെയ്തിട്ട് ഔട്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി കരോക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ ഔട്ട് എടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, എന്നാലും വീഡിയോയുടെ അവസാനം ഒന്നുകൂടെ പറയാം. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെക്ഷൻ്റെ അകത്ത് ഒന്നും കാര്യമായിട്ട് പറയാനില്ല. ഇനി എഫക്റ്റുകളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെയർലൈറ്റിലേക്ക് പോകാതെ തന്നെ എഫക്റ്റുകൾ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളൊരു കാര്യം നോക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എഫക്ട്സ് പാനലുണ്ട്. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യുക. അപ്പോൾ എഫക്റ്റ് താഴെയായിട്ട് വരും. അതിൽ വീഡിയോ എഫക്റ്റുകളാണ് ആദ്യമൊക്കെ വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ എഫക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയോ എഫക്ട്സ് എന്ന് കാണാൻ പറ്റും. ഓഡിയോ എഫക്ട്സ് ഓൺ ചെയ്യുക. അത് 2 സെക്ഷൻ ഉണ്ട്. ഫെയർലൈറ്റ് എഫക്ട്സും ഉണ്ട്, AU എഫക്ട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എഫക്ട്സിൻ്റെ അകത്ത് ഫെയർലൈറ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കോറസ് അങ്ങനത്തെ കുറേ സെക്ഷൻസ് ഇങ്ങനെ കാണാം. അതിൽ നിങ്ങൾക്ക്
നമുക്ക് നിങ്ങൾക്കല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എക്കോ ഡിലേ എന്ന് പറയുന്ന സംഭവങ്ങളിലെ. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. കൂടുതൽ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോസിൽ ഇതിനൊക്കെ സെപ്പറേറ്റ് എടുത്തെടുത്ത് പറയും. അപ്പോൾ ഞാൻ ഡിലേ ആണ് ആദ്യം ആഡ് ചെയ്യുന്നത് കേട്ടോ. എക്കോ പോലെ തന്നെ ഒരു സംഭവമാണ് ഡിലേ. ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഓഡിയോയുടെ ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു മിക്സർ കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ തൊട്ടപ്പുറത്ത് എഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതൊന്ന് ഓൺ ചെയ്താൽ അതിൻ്റെ എഫക്ട്സ് ഒക്കെ നമുക്ക് ഈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാവുന്ന നോക്കിക്കോ. ഈ ഒരു സംഭവമാണ് ഈ മുകളിൽ കാണുന്നത്. ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള സംഭവം ഇവിടെ റീസെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്യുകയാണ്. എന്താണ് നമുക്ക് ഈ ഡിലേയിൽ വരുന്നത് നോക്കാം. അയ്യോ ഇതെന്തൊരു കഷ്ടം, പോക്കറ്റാണ് കാലിയുമായി മാറണമെല്ലാം നിന്റെ പുറകെ പോരാത്തതിന് അളിയൻ കെണിയൻ. കണ്ടോ? ഒരു ഡിലേ ആയിട്ട് ഒരു ഓഡിയോ പിന്നെയും പ്ലേ ആയിട്ട് ഒരു പ്രത്യേക ഒരു സുഖം കിട്ടുന്നുണ്ട് അല്ലേ? ഞാനൊക്കെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാണ്. ഞാൻ പാടിയ പാട്ടാണ്ടത്, പക്ഷേ അബദ്ധമാണ്. പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഴിവ് തന്നെ. നമുക്കല്ല, എനിക്കൊക്കെ പാടി നോക്കാന്നുള്ളതേ പറ്റുള്ളൂ. എന്നാലും ഇങ്ങനത്തെ എഫക്ട്സുകളൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ കേൾക്കാൻ ഒരു സുഖം കിട്ടുന്നുണ്ട്. അളിയൻ കെണിയൻ കണ്ടോ? നേരത്തെ ആ മുട്ടൊക്കെ ഒന്ന് മാറിയുണ്ട്. ടിക്ക് ടിക്ക് ടി എന്നായിരുന്നു നേരത്തെ. ടിക്ക് 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 എന്നുള്ള ഈ ഒരു എക്കോ ഡിലേ വന്നോ ടിക്ക് ടിക്ക് ടി, അതായത് റിപ്പീറ്റ് അടിച്ചിട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഇതിൽ ചെയ്യാൻ പറ്റും. ഡിലേ ഒക്കെ, ഡിലേ ഇനി കൂട്ടാൻ പറ്റണമെങ്കിൽ കൂട്ടാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ? അയ്യോ ഇതെന്തൊരു കഷ്ടം, പോക്കറ്റാണ് കാലിയുമായി മാറണമെല്ലാം നിന്റെ പുറകെ പോരാത്തതിന് അളിയൻ കെണിയൻ. വീട്ടിൽ നിന്ന് വരുന്നു, നാട്ടിൽ നിന്ന് വരുന്നു, ഇതിലേക്ക് പോകണം തിരിഞ്ഞു വരുന്നു. ഇന്നലെ ഫേസ്ബുക്ക് കണ്ടത് പോലും കളിയാന്ന് വിളിച്ച് കയറി വരുന്നു. കണ്ടോ? ഒരുപാട് അങ്ങോട്ട് കയറിപ്പോയി അല്ലേ? സെറ്റിങ്സ് മൊത്തം മാറിപ്പോയി. അങ്ങനെ ഡിലേ നിങ്ങൾക്ക് ഇട്ടിട്ട് എത്രത്തോളം വേണമെന്നുള്ളത് ഇത് ഓരോ ലൈനുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കാര്യം ഞാനൊരു ഓഡിയോ കമ്പോസറേ അല്ല. ഓഡിയോ അത്യാവശ്യം എനിക്ക് വേണ്ട ഓഡിയോസൊക്കെ ചെയ്യുന്നല്ലാതെ എനിക്കതിനെപ്പറ്റി കൂടുതലൊരു വിവരമൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ഈ ഒരു ഏരിയ ഫെയർലൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം ഭംഗിയിൽ ചെയ്യാൻ പറ്റുമോ അത്രയും രീതിയിൽ നിങ്ങൾ ഭംഗിയിൽ ഇത് ചെയ്യുക കേട്ടോ. ഇനി ഇതേപോലെ ഓരോ സെറ്റിങ്സുകളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം ഞാൻ എനിക്ക് ഇങ്ങനെയാണ് ഒരു സെറ്റിങ്സ് വേണ്ടത്. എനിക്ക് എല്ലാ പാട്ടിലും ഇങ്ങനെ തന്നെ വരണം. ഞാൻ ഈ ആഡ് ചെയ്യുന്ന സമയത്ത് പഴയ പോലെ തന്നെയല്ലേ വരിക. അതിന് പകരം എനിക്ക് ഇതാണ് എൻ്റെ ഡിഫോൾട്ട് എന്ന് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കോ, ഞാൻ അടുത്ത പ്രാവശ്യം ഇതിലേക്ക് ഒന്നും കൂടെ ഡ്രാഗ് ചെയ്തിടുമ്പോഴും ആ മിക്സർ കണ്ടോ? ഞാൻ ആദ്യം ചെയ്ത് റീസെറ്റ് ചെയ്താലും ഈ ഒരു ഏരിയയിലേക്കാണ് വരിക. ഡിഫാൾട്ട് ആ ഒരു സെറ്റിങ്സ് ആണ് ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫാൾട്ട് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പുതിയ ഒരെണ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കുക, ക്രിയേറ്റ് ന്യൂ കൊടുക്കുക, അതിലെന്തെങ്കിലും പേര് കൊടുക്കുക. ഞാൻ എൻ്റെ പേര് തന്നെ കൊടുത്തു. അപ്പോൾ ഇനി ഇതിന് എനിക്ക് ഇങ്ങനെ സെറ്റ് ആസ് ഡിഫാൾട്ട് കൊടുത്തു വെച്ച് കഴിഞ്ഞാലും നിജിനെ സെറ്റ് ആസ് അവിടേക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാം കേട്ടോ. ഡിഫാൾട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾ എനിക്ക് ആ ഒറിജിനൽ ഡാവിഞ്ചി തരുന്ന ഡിഫാൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഈ ഡിഫാൾട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി പുതിയത് ഓരോന്ന് സെറ്റ് ചെയ്ത് ഇത് കൂട്ടിയിട്ട് പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് കരുതുക. ഒന്നുകൂടെ പ്ലസ് അടിക്കുക. അപ്പോൾ അതിൻ്റെ വരെ ഡിലേ ടൈം ഒരു പേര് കൊടുത്തിട്ട് ഡിലേ ടൈം കൂടുതലുള്ളത് എഴുതി വെച്ചിട്ട് ഓക്കെ അടിച്ചിട്ട് സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ സേവ് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. പിന്നെ അപ്പോൾ ഓരോ പ്രാവശ്യവും സെറ്റിങ്സ് മാറ്റേണ്ട, അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. എന്ന് ഇവിടെ വെച്ച് ഡിലീറ്റും ചെയ്യാം കേട്ടോ. വേണ്ട സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് നമുക്ക് വേണ്ടല്ലോ. ഓക്കെ പോട്ടെ. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഏത് എഫക്റ്റ് എടുത്തു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും കേട്ടോ. സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതെനിക്ക് വേണ്ടാന്ന് കരുതേനി എനിക്ക് ഇവിടെ ഡിലേ ഓഫ് ചെയ്ത് വെക്കാനും പറ്റും, അതേപോലെ ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഈ രണ്ട് ഓപ്ഷൻ കണ്ടില്ലേ? മനസ്സിലായില്ലേ? ഒന്ന് ഇവിടെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും, പിന്നെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഇതേപോലെ എക്കോ ആണെങ്കിൽ ഇതേ സെയിം എഫക്റ്റുകൾ തന്നെയാണല്ലോ എക്കോയിലും വരുന്നത്. കണ്ടോ? അതും ഇതേപോലെ ചെയ്ത് നോക്കുക. പിന്നെ അതേ ഒരു റിവർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഇതേ എഫക്റ്റ് തന്നെയാണ് വരിക. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഓരോ ക്ലാസ്സിലായിട്ട് പറയാൻ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഓഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ ഫെയർലൈറ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ്. റെക്കോർഡിങ് നമുക്കിവിടെ ഇതുവരെ പോസിബിൾ അല്ല, ഇനി വരുമോയെന്ന് അറിയില്ല കേട്ടോ, നോക്കണം. അപ്പോൾ നമ്മൾ ഫെയർലൈറ്റിൻ്റെ അകത്തേക്ക്
പോയി. ഇനി നമുക്ക് ട്രാക്കുകളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ട്രാക്കിൻ്റെ അവിടെ ഓഡിയോൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഈ ലെവലർ കാണാൻ പറ്റും അല്ലേ. നമ്മൾ അതിലിവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് മോണോ ട്രാക്കാണ്, ഇത് സ്റ്റീരിയോ ട്രാക്കാണ്. അപ്പോൾ നമ്മുടെ ഓഡിയോനെ സ്റ്റീരിയോ ട്രാക്കിലേക്ക് ആഡ് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ ഇത് സ്റ്റീരിയോ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇപ്പോൾ 2 ചാനലായിട്ട് ഇത് മാറി. ഓക്കെ അല്ലേ. ഇനി ഇതേപോലെ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റിൻ്റെ അകത്തും പറയാൻ പറ്റും കേട്ടോ. പുതിയൊരു ചാനലാണ് വേണ്ടതെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ട്രാക്ക് കൊടുക്കുക, മോണോ ട്രാക്ക്, സ്റ്റീരിയോ ട്രാക്ക്, 3 ട്രാക്ക്, 4 ട്രാക്ക്, ഇങ്ങനെ 5.1, 5 ചാനൽ, ഇങ്ങനെ ചാനലുകൾ ഇഷ്ടം പോലെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം സ്റ്റീരിയോയിൽ വർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് 5.1 ലാസ്റ്റ് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റീരിയോ ട്രാക്ക് ഇവിടേക്ക് ആഡ് ചെയ്തു. ട്രാക്ക് നമ്പർ 3 ആണ്. അപ്പോൾ ഇവിടെ 2.0 എന്ന് കണ്ടോ, സ്റ്റീരിയോ എന്ന് അങ്ങനെ കേട്ടോ. നമ്മളിത് അനലൈസ് ചെയ്യുന്നത് 2 ആണോ 1 ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ സോങ്ങിൻ്റെ ട്രാക്കാണ്. അപ്പോൾ ഞാൻ സോങ് ട്രാക്ക് എന്ന് അടിച്ചു. പക്ഷേ ഈ ട്രാക്ക് കണ്ടോ, ഈ ട്രാക്ക് ഞാൻ റെക്കോർഡിംഗ് ട്രാക്കാണ്. അപ്പോൾ REC റെക്കോർഡിങ്ങിൻ്റെ ട്രാക്കാണെന്ന് ഇവിടെ റീനെയിം ചെയ്ത് വെച്ചിട്ടോ. വെറുതെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി റീനെയിം ചെയ്യാൻ, വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ റീനെയിം ആണ് വരിക. സോങ് 3ലേക്ക് ആഡ് ചെയ്തു കേട്ടോ, സ്റ്റീരിയോ ട്രാക്കിലേക്ക് ആഡ് ചെയ്തു. ഈ ഫെയർലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ട്രാക്കായിട്ട് സെപ്പറേറ്റ് കാണാനും പറ്റും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ഇൻസ്പെക്ടർ ഒന്ന് ഓഫ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടെ നമുക്ക് മിക്സർ കാണാൻ പറ്റും. മിക്സർ എന്താണ്, നമ്മുടെ ചാനലുകളുടെ എണ്ണം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ എന്തൊക്കെ എഫക്റ്റുകൾ ചെയ്യണം. നമ്മൾ ഈ പാട്ടുകാരൊക്കെ മിക്സർ കണ്ടില്ലേ, ഈ ലെവലർ, ഇതുപോലത്തെ ലെവലറുള്ള സംഭവം മേലോട്ടാക്കി താഴോട്ടാക്കി ഇങ്ങനെ DJക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ. ഇതിൻ്റെ അകത്ത് കുറേ എഫക്ട്സുകൾ ഉണ്ടാവും, നോബുകൾ ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവം തന്നെയാണ് ഈ മിക്സർ. ഇതിൻ്റെ ലെവൽ കാണാനുള്ള 1, 2, 3 ലെവലർ കണ്ടോ, 1, 2, 3 ആക്റ്റീവാണ്. ഇവിടെ ഇങ്ങോട്ട് ആക്റ്റീവ് അല്ല, അതുകൊണ്ടാണ് കാണാത്തത്. ഈ ലെവലർ ആട്ടോ എത്രത്തോളം കയറുന്നുണ്ടെന്നുള്ള ഈ -10 വരെയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുള്ളൂ. അതിൻ്റെ മേലേക്ക് വന്നാൽ ഭയങ്കര ഓവറായിട്ട് സ്പീക്കർ റെസ്പോണ്ട് ചെയ്യും. അതേപോലെ കേൾക്കാൻ വലിയ സ്മൂത്ത് ഒന്നും ഉണ്ടാവില്ല. സ്മൂത്തായിട്ട് വരണേ ഇവിടം വരെ ചെയ്യണം കേട്ടോ, -10 വരെ. അതാണ് ആവറേജ് 0 ലെവലിൽ വരുന്നത്. ആ ഒരു ഇൻഡിക്കേറ്ററാണ് ഇവിടെ കാണുന്നത്. ഈ ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പിന്നെ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ ചെയ്യാം. തൽക്കാലം ഞാൻ ഇതിന് കുറച്ച് നേരത്തെ പറഞ്ഞ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫെയർലൈറ്റിൽ വന്നു. ആദ്യം തന്നെ ഇതിന് എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ട്രാക്കിലാണ് നോക്കുക, സോങ് A3 എന്ന് പറഞ്ഞ ട്രാക്ക് സെലക്ട് ആയപ്പോൾ ഇവിടെയും ഇവിടെ ഒരേപോലെ സെലക്ട് ചെയ്തുണ്ടോ. ഇതിൽ നമുക്ക് ഇൻപുട്ട്, ട്രാക്ക് എഫക്ട്സ്, ഓർഡർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാണാൻ പറ്റും അല്ലേ, കുറച്ച് കാര്യങ്ങൾ. അതിൽ A3 സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ആയി, A3യും സെലക്ട് ആയി അല്ലേ. ഇൻപുട്ടിൻ്റെ അകത്ത് നമുക്ക് മൈക്കൊക്കെ ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ട്രാക്കാണ്. ട്രാക്കിൻ്റെ അകത്ത് ഇവിടെ സെറ്റിങ്സ് കണ്ടോ, വോയിസ് ഐസൊലേഷൻ ആണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോയ്സ് ഒക്കെ അങ്ങ് പോകും. അയ്യോ ഇതെന്തൊരു കഷ്ടം, പോക്കറ്റാണ് കാലിയുമായി മാറണമെല്ലാം നിന്റെ പുറകെ മ്യൂസിക് വരെ പോയി അങ്ങ് പോയിട്ടോ. ഓക്കെ അല്ലേ, എഫക്ട്സിൽ വരുന്നതാണ്. ഇനി അടുത്ത നമുക്ക് ഓർഡർ തൽക്കാലം മാറ്റമൊന്നും വരുത്താനില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ. എഫക്ട്സിൻ്റെ അകത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. എഫക്റ്റിന് നേരെ A3 എഫക്റ്റ് പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഡിലേ ഓപ്ഷനൊക്കെ ഇവിടെയും വരും കണ്ടോ. ഫെയർലൈറ്റിൽ ഡിലേ വരുന്നുണ്ട്, AUവിൽ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെയർലൈറ്റിൽ ഡിലേ ആണോ എക്കോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. ഇതേപോലെ ഒരു ഈക്വലൈസർ ആഡ് ചെയ്യാം, ഒരു പിച്ച് ആഡ് ചെയ്യാം. നമുക്ക് പിച്ച് നേരത്തെ ചെയ്തതല്ലേ, പിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ. ഇപ്പോൾ നമ്മൾ പിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നേരത്തെ പോലെ പിച്ചിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളാണ്. കണ്ടോ, അങ്ങനെ ഒരു സംഭവം കണ്ടോ. ഈ പിച്ചൊക്കെ തന്നെയാണ്. ഇത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫ് ചെയ്യാം. അതേപോലെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണ് മാറ്റിയിട്ട് ആ ഡിലേന് പകരം എക്കോന് പകരം നമുക്ക് ഡിലേ, പിച്ചിന് പകരം ഡിലേ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ മാറ്റുകയും ചെയ്യും കേട്ടോ ആ എഫക്ട്സിന്. അപ്പോൾ ഈ മിക്സറിൻ്റെ ഏരിയ ഇതാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഇനി അധികമൊന്നും പറയണ്ടല്ലോ. അതേപോലെ നിങ്ങൾക്ക് മിക്സറിൻ്റെ സൗണ്ട് ഇവിടെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ റെക്കോർഡിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷനാണ് റെക്കോർഡിംഗ് സെക്ഷൻ. തൽക്കാലം ഇതിനെ നമുക്ക് അവിടെ വെച്ചിട്ട് റെക്കോർഡിംഗ് സെക്ഷനിൽ വന്നിട്ട് A2ലാണ് അല്ലേ റെക്കോർഡിംഗ് വരുന്നത്. ഇനോ ഇൻപുട്ട് എന്ന് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഇൻപുട്ട് അതുപോലെ ബസ്സുകൾ ആഡ് ചെയ്താൽ പറ്റും, അത് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ടിൽ നമുക്കിവിടെ സാംസങ് എന്നുള്ള ഈ ഒരു മൈക്ക് 2 ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് സെലക്ട് ചെയ്തിട്ട് ഏത് ട്രാക്കിലാണ് വരേണ്ടത്, റെക്കോർഡ് ലെഫ്റ്റ് റെക്കോർഡ് റൈറ്റ് അല്ലേ. ഇത് രണ്ടും സെലക്ട് ചെയ്താൽ ഒരു വൈറ്റ് കളറിൽ വരും. ഇവനെയും സെലക്ട് ചെയ്യുക, പാച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൈക്ക് ഇതിലേക്ക് കണക്റ്റ് ആയി. ഒരു രീതി ഇതാണ്, ഇത് പണ്ടേ ഉള്ള ഒരു രീതിയാണ്. ഇപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ADR എന്ന് പറഞ്ഞിട്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ എഫക്റ്റ് നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റില്ല. ആദ്യം ലിസ്റ്റ് ഉണ്ടാവും, അതിന് റെക്കോർഡ് ഉണ്ടാവും, അതിന് സെറ്റപ്പ് ഉണ്ടാവും. സെറ്റപ്പിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിൻ്റെ ഏതാണ് സോഴ്സ്, ഇതാണ് മൈക്ക് ഏതാ സെലക്ട് ചെയ്യുക. ട്രാക്ക് നമ്പർ ഏതാണ്, റെക്കോർഡ് എന്നുള്ള ട്രാക്കാണ്. പിന്നെ
ഗൈഡ് ട്രാക്കിന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ റെക്കോർഡ് നെയിം, നമുക്ക് ഈ റെക്കോർഡിങ്സിന് എന്തെങ്കിലും നെയിം വേണമെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ കുറേ സെറ്റിങ്സുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് പിന്നെ നോക്കാം അല്ലേ. തൽക്കാലം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ട്രാക്കിൽ റെക്കോർഡിങ് സെറ്റായി. ഇനി നമ്മൾ ഈ ആർ എന്നുള്ള ബട്ടൺ ഇവിടെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ റെക്കോർഡ് താഴ്ത്തി വെക്കട്ടെ. ഇവിടെ കണ്ടോ റെക്കോർഡിൻ്റെ ഒരു ഐക്കൺ, ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ ട്രാക്കിൽ നമുക്ക് റെക്കോർഡാവും. കേറി വരുന്നു. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം കണ്ടോ, ഈ പാട്ടും അതിൻ്റെ കൂടെ പാടുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ സോളോ അടിച്ചിട്ട് റെക്കോർഡ് അടിക്കാൻ നോക്കാം. ഹലോ ഹലോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ റെക്കോർഡ് ഇവിടെ ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ, അതുപോലെ ഓൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഈ വേവ് കാണാൻ പറ്റും കേട്ടോ. കൂടുതലായിട്ട് അവിടെ റെക്കോർഡ് ആയിട്ടുണ്ട് അല്ലേ. ഹലോ ഹലോ നോക്കോ, ഹലോ ഹലോ ഓക്കെ അല്ലേ. അതുപോലെ സോൾവ് ചെയ്ത് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പീക്കർ സിസ്റ്റത്തിൽ നിന്നൊക്കെ ഹമ്മിങ് വരും അല്ലേ, ഒരു വൂളിങ് സൗണ്ട് വരുന്നിട്ട് റെക്കോർഡിംഗ് ഒക്കെ ആ ഒരു വിഷയം വരും അല്ലേ, റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഓപ്ഷൻസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഫെയർലൈറ്റ് ഇല്ലേ, ഫെയർലൈറ്റിൻ്റെ ഓപ്ഷനിൽ ഇൻപുട്ട് മോണിറ്ററിങ് ഉണ്ടാവും. അതൊന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ. ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്തിട്ടുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പീക്കറിൻ്റെ നോയ്സ് മൈക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മ്യൂട്ട് ചെയ്തിട്ടേക്കണം കേട്ടോ, നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. അതേപോലെ സോളോ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം, ഇവിടെ മ്യൂട്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഇവിടെ A2 വരിക, ഇൻപുട്ടിൽ വന്നിട്ട് ഇൻപുട്ട് സെലക്ട് ചെയ്യുക, ഇവന്മാർ രണ്ട് സെലക്ട് ചെയ്യുക, ഇൻപുട്ട് ഇവർ രണ്ടായാലും സെലക്ട് ചെയ്യുക, പാച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൈക്ക് ആ ഒരു ട്രാക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുക കേട്ടോ. ഈ 6 ഒന്ന് ഓണാക്കി ഇടുക, ഇവിടെ റെക്കോർഡിങ് കൊടുക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓഡിയോ റിമൂവ് ചെയ്യാൻ, അതുപോലെ വോയിസ് റിമൂവ് ചെയ്യാൻ, നോയ്സ് റിമൂവ് ചെയ്യാൻ, മ്യൂസിക് റിമൂവ് ചെയ്യാൻ, എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ, എക്കോ, അതുപോലെ ഈക്വലൈസർ, പിച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഓഡിയോ ലൈബ്രറിയും 5.1 ചാനൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് പറയാനുള്ളൂ അല്ലേ. അപ്പോൾ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ ക്ലാസ്സുകളായിട്ട് പറയാം. ഇതിൽ വിട്ടുപോയ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനെപ്പറ്റി അറിയുന്നതാണെങ്കിൽ വീഡിയോ ചെയ്യാറിയാത്തതാണെങ്കിൽ ചെയ്യില്ല എന്നല്ല, പഠിച്ചിട്ട് ചെയ്യും നിർബന്ധമായിട്ടും. അപ്പോൾ നമുക്ക് 5.1ൻ്റെ ഒരു സെറ്റിങ്സിലേക്ക് കൂടെ പോയി നോക്കാം അല്ലേ. ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് ചാനൽസ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓരോന്നോരോന്ന് ഡിലീറ്റ് ചെയ്യാതെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എം ടി ട്രാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ട്രാക്കുകൾ, അതായത് എം ടി ആയി കിടക്കുന്ന ട്രാക്കുകളൊക്കെ ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. ഈ ഒരു ട്രാക്കിൽ 2 വോയിസ് ഉണ്ടല്ലേ, അതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത ശേഷം ഇനിയും ഡിലീറ്റ് എം ടി ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാക്കും പോവും. പോകാത്ത എന്താണെന്നറിയോ, ഇപ്പോൾ ആകെ 2 ട്രാക്കേ ഉള്ളൂ. 2 ട്രാക്കെങ്കിലും ഇവിടെ നിർബന്ധമായിട്ട് വേണം, അതുകൊണ്ടാണ് ഇതൊന്നും ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ 5.1 ചെയ്യാൻ വേണ്ടി ആഡ് ട്രാക്ക് കൊടുത്ത് ഈ 5.1 എന്ന് വന്നിട്ട് 5.1 ഇങ്ങനെ ആഡ് ചെയ്യല്ല കേട്ടോ ചെയ്യുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഓഡിയോസ് ആഡ് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മോണോ ട്രാക്കുകളാണ് ആഡ് ചെയ്യുക. മോണോ 1. അപ്പോൾ നമുക്ക് ഒരു ട്രാക്ക് കൂടെ വേണം അല്ലേ, മോണോ 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ 5 ട്രാക്കുകൾ 6 ട്രാക്കുകൾ ആഡ് ചെയ്യണം. അപ്പോഴാണ് 5.1 ആവുക. ഇപ്പോൾ നമുക്കിത് 6 ചാനലുകളായി, 5.1 ചാനലുകളായി അല്ലേ. ആദ്യത്തെ ചാനൽ സ്റ്റീരിയോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ചേഞ്ച് ടൈപ്പ് കൊടുത്തിട്ട് ചേഞ്ച് ട്രാക്ക് ടൈപ്പ് ടു മോണോ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാ ചാനലുകളും മോണോ ചാനലുകളാണ്. ഇവിടെ ഒരു ചാനൽ സ്റ്റീരിയോ വന്നിട്ടില്ലേ, അതിനെ ഒന്ന് മാറ്റിയാൽ ചേഞ്ച് ടു മോണോ കൊടുക്കുക. ഇപ്പോൾ എല്ലാ ട്രാക്കുകളും മോണോ ആണ്. ഇപ്പോൾ ഞാൻ പറയാൻ നോക്കിക്കോ, ഈ ഫസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ട്രാക്കാണ്, രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രാക്കാണ്. ഏതിലാണ്? 5.1 കേട്ടോ. ഇത് 5.1 ഫിലിം ആണെങ്കിൽ ഫസ്റ്റ് ട്രാക്ക് ലെഫ്റ്റ്, പിന്നെ സെൻറ്റർ ചാനൽ, അത് കഴിഞ്ഞിട്ടാണ് റൈറ്റ് ട്രാക്ക് വരിക കേട്ടോ, റൈറ്റ് ട്രാക്ക്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, LFE, പിന്നെ റയർ 1, ലെഫ്റ്റ്, റയർ, റൈറ്റ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് കേട്ടോ വരിക. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. ആദ്യം തന്നെ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, LFE, ലോ ഫ്രീക്വൻസി ലെവലിലാണ് കേട്ടോ LFE പറയുന്നത്. പിന്നെ ലെഫ്റ്റ്, സറൗണ്ട്, റൈറ്റ്, സറൗണ്ട്, അല്ലെങ്കിൽ റയർ, ലെഫ്റ്റ്, റയർ, റൈറ്റ്, അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും ട്രാക്കുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ട്രാക്കിലേക്ക് ഓരോ ഓഡിയോകൾ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ സോങ് തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ, സോങ് ആഡ് ചെയ്തു, ലെഫ്റ്റ് ട്രാക്കിൽ ഒരു ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പാൻ എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ലെഫ്റ്റ് ട്രാക്ക് പാടൂല്ലേ, ഇതിൽ സെപ്പറേറ്റ് മ്യൂസിക്കുകളാണ് വരിക, ഇതിൽ പാട്ട് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റിൻ്റെ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട്
ഡയലോഗ് അല്ല മ്യൂസിക് റീമിക്സറിൽ ക്ലിക്ക് ചെയ്യുക. മ്യൂസിക് റീമിക്സർ ഓൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന മ്യൂസിക് മാത്രം മതി അല്ലേ. അപ്പോൾ വോയിസ് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ വോയിസ് മ്യൂട്ട് ചെയ്ത് കളയാം. ഇതേ ട്രാക്കിനെ നമ്മൾ ഒന്നുകൂടെ വലിച്ച് നേരെ താഴേക്ക് കോപ്പി ചെയ്യുക. ഓപ്ഷൻ പ്രസ് ചെയ്യുക, വിൻഡോസിലാകുമ്പോൾ ആൾട്ട് പ്രസ് ചെയ്ത് വലിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ട്രാക്കിൻ്റെ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക, മ്യൂസിക് റീമിക്സർ എടുക്കുക, അതിലും വോയിസ് റിമൂവ് ചെയ്യുക. ആ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം പാൻ എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് ഇടുക. അപ്പോൾ ലെഫ്റ്റും റൈറ്റും മ്യൂസിക് മാത്രമായി കേട്ടോ. അതിലും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും എക്സ്ട്രാ മ്യൂസിക്കുകളൊക്കെ വരുന്നതാണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് പോകണം കേട്ടോ. ആഡ് ചെയ്യുന്ന സമയത്ത് ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ പെട്ടെന്ന് അവിടുന്ന് എന്തെങ്കിലും വോയിസ് വരണമെങ്കിൽ അവിടുന്ന് വരിക, ഇവിടുന്ന് വോയിസ് വരണമെങ്കിൽ ഇവിടുന്ന് വരിക. മ്യൂസിക് ആണെങ്കിലും പെട്ടെന്ന് 2 കൊട്ട് ഇപ്പുറത്ത് 2 കൊട്ട് റൈറ്റിൽ 2 കൊട്ട് ലെഫ്റ്റിലൊക്കെ ആയിട്ട് വരണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇനി സെൻറ്റർ ചാനൽ നമുക്ക് എന്താ വേണ്ടത്, ഇവനെ ഇങ്ങോട്ട് ഒന്നേക്ക് കോപ്പി ചെയ്തിടുക, ആൾട്ട് ഓപ്ഷൻ പ്രസ് ചെയ്യുക, റൈറ്റ് വലിച്ച് താഴേക്ക് ഇടുക കേട്ടോ. സെൻറ്റർ ചാനൽ നമുക്ക് വരേണ്ടത് സെൻറ്റർ തന്നെയാണ് വരേണ്ടത്, സെൻറ്ററിൽ തന്നെ വരണം. ഇനി അതിൽ ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് മിക്സറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വോയിസ് മാത്രമേ പാടുള്ളൂ, ബാക്കി എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് വോയിസ് മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ ഫുള്ളിലേക്ക് ഇടാം. നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കുന്നതുകൊണ്ട് ഇത് മനസ്സിലാവില്ല, എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഫയൽ വേണമെങ്കിൽ സെറ്റ് ആക്കിയിട്ട് വെബ്സൈറ്റിൽ ഇടാതെ എടുത്ത ശേഷം നിങ്ങൾ 5.1 സിസ്റ്റത്തിൽ റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഫക്റ്റ് മനസ്സിലാവും കേട്ടോ. ഇനി 2 LFEയിലാണ് വരേണ്ടത്. LFEയിൽ വരുമ്പോൾ നമുക്ക് എന്ത് വരണം, LFEയിൽ കൊട്ട് മാത്രം മതി അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പുറം സെറ്റ് ആക്കിയിട്ട് ബാസും ഡ്രംസൊക്കെ കയറ്റിയിടും. ബാക്കി മൊത്തം കുറച്ച് കഴിഞ്ഞാൽ അത് LFEയിലും കൂടെ വരുന്ന സമയത്ത് ശരിക്കും ഫിൽറ്റർ ചെയ്തിട്ട് നല്ല അടിപൊളി കൊട്ടായിട്ട് അങ്ങ് വന്നോളൂ. പിന്നെ സറൗണ്ടിങ്ങിൽ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല, എന്നാലും ഇവനെയൊക്കെ വലിച്ചിട്ട ശേഷം എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ മാത്രം സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മ്യൂസിക് മിക്സറിൽ വന്നിട്ട് ഏതെങ്കിലും ഇപ്പോൾ അതറോ അല്ലെങ്കിൽ ഗിറ്റാറോ ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രം കയറ്റിയിട്ടേക്കുക, ബാക്കിയൊക്കെ അങ്ങ് മ്യൂട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ എന്താവും, ആ ഒരു ഗിറ്റാറിൻ്റെ മ്യൂസിക് മാത്രം റയർ സൗണ്ടായിട്ട് ബാക്കിൽ നിന്ന് സറൗണ്ടിങ്സിൽ ഇങ്ങനെ പ്ലേ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മളിതിനെ 5.1 ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഔട്ട് എടുക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ അതിന് നമുക്കിവിടെ ഫെയർലൈറ്റിൻ്റെ സെറ്റിങ്സിൽ വരിക. ഇവിടെ നമുക്ക് ബസ് ഫോർമാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ബസ് ഫോർമാറ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ബസ് 1 കണ്ടോ, ഈ ബസ് 1 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, ഞാനതിനെ ഫെയർലൈറ്റിൻ്റെ അകത്ത് കാണിച്ചു തരാം. ദൈവം കണ്ടോ, അവിടെ ഒരു ബസ് ഉണ്ടാവും, ഈ ബസ് കണ്ടോ, ഇവനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് ഇവനാണ് ഔട്ട് തരിക. അപ്പോൾ ആ ഒരു ബസ് മോണോ ആണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മോണോൻ്റെ ഫോർമാറ്റിൻ്റെ ഇവിടെ ഒരു ആരോ അല്ല, അത് ക്ലിക്ക് ചെയ്തിട്ട് 5x എന്നുണ്ട്, 5xൽ വന്നിട്ട് 5.1 കൊടുക്കുക. ഫിലിം കൊടുക്കണ്ട കേട്ടോ തൽക്കാലം. നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഫഷണലൊക്കെ ആയി വരുന്ന സമയത്ത് അതിനനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് എവിടെയാണോ തിയേറ്ററിലാണോ പ്രദർശിപ്പിക്കേണ്ടത് അവരെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നോക്കി ചെയ്യട്ടെ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡൊന്നും അല്ല കേട്ടോ 5.1ൻ്റെ ഒറിജിനൽ മെത്തേഡ്. ഓരോ ട്രാക്കിൽ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ കയ്യിലുള്ള വെച്ചിട്ട് ചെറിയ തട്ടിക്കൂട്ടാണ് കാണിക്കുന്നത് കേട്ടോ. 5.1 സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഫെയർലൈറ്റ് സെറ്റിങ്സിൽ വരിക. ബസ് അസൈൻ ഉണ്ട്, ബസ് അസൈൻ ചെയ്തിട്ട് മൊത്തം സെലക്ട് ചെയ്യുക. അസൈൻ ഓൾ കൊടുത്താലും മതി. അസൈൻ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സെലക്റ്റഡ് ആയിട്ട് അസൈൻ ആയിട്ടോ. ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒരൊറ്റ ട്രാക്ക് പലതാണെങ്കിലും ഒരൊറ്റ ഓഡിയോ ആയിട്ട് മാറി. ഓക്കെ അല്ലേ. ഇനി നേരെ നമ്മൾ ഡെലിവർ പേജിൽ വരിക. ഡെലിവർ പേജിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട് എടുക്കുന്ന സമയം നമുക്കിവിടെ വേണ്ട പേര് കൊടുക്കണം. ആദ്യം തന്നെ അല്ലേ 5.1 എന്നോ എന്തെങ്കിലും വന്നില്ലേ, 5.1 എന്താ പറയുക മടി വരാൻ. പിന്നെ ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് റണ്ടർ എടുക്കുന്ന സമയത്ത് ഔട്ട് എടുക്കുക അല്ലേ, അതൊന്നും കൂടുതൽ പറയണ്ടല്ലോ. പിന്നെ ഇവിടെ നമുക്ക് ഫോർമാറ്റ് ക്വിക്ക് ടൈം തന്നെ ആയിക്കോട്ടെ. ക്വിക്ക് ടൈമിൽ കൊഡാക്ക് അതുപോലെ ഈ ഒരു ഡിഫോൾട്ട് തന്നെ കൊടുക്കുക. ഫ്രെയിം റേറ്റ് ഒക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ വീഡിയോൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയണ്ടല്ലോ, നമുക്ക് ഓഡിയോയിലേക്ക് നേരെ ഇപ്പോൾ ഓഡിയോയിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കൊഡാക്ക് ലീനിയർ PCM തന്നെ ആയിക്കോട്ടെ അല്ലേ, ലീനിയർ PCM തന്നെ കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഔട്ട്പുട്ട് ട്രാക്ക് കണ്ടോ, ഔട്ട്പുട്ട് ട്രാക്ക് നമുക്ക് ഈ ഒരു മോഡലായിരിക്കും കിടക്കുന്നുണ്ടാവുക, മോണോ ട്രാക്കായിട്ട്. അത് മാറ്റിയിട്ട് 5.1 എന്നുള്ള ബസ് 5.1 എന്നുള്ള ആ ഒരു മോഡിലേക്ക് മാറ്റണം കേട്ടോ. ഇത്രയും നമ്മൾ കാര്യമായിട്ട് ചെയ്യാനുള്ളൂ. ഓഡിയോയിൽ വരിക, ബസ് ഫോർമാറ്റ് മാറ്റുക. അതായത് വീഡിയോയിൽ നമുക്ക് ആപ്പിൾ പ്രോറസ് കൊടുക്കുക കേട്ടോ. ആപ്പിൾ പ്രോറസിലൊക്കെ ചെയ്യാൻ പറ്റും. ഓഡിയോ അതേപോലെ 5.1 ആണെന്ന് കൺഫേം ആക്കുക. ഓക്കെ, ആഡ് ടു റെൻഡർ ക്യൂ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട സംഭവം അവിടേക്ക് സെലക്ട് ചെയ്യുക, റെൻഡർ റോൾ കൊടുക്കുക.
ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് പാട്ട് വരുന്നതെന്നുള്ള സംഭവം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെപ്പറേറ്റ് ട്രാക്കിൽ ആഡ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു 5.1 ഔട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ, അത് നമ്മുടെ ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞ സംഭവമാണ്. നമുക്കിവിടെ ഓഡിയോ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഓഡിയോ ലൈബ്രറി എന്ന് കാണാൻ പറ്റും. അത് നമുക്ക് ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇനി അഡ്വാൻസ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ തന്നെ കുറച്ചൊരു അഡ്വാൻസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല. കാര്യം എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.